പാലക്കാട്ടെ PT5 എന്ന് പറയുന്ന കാട്ടാന ദൗത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ആദ്യഘട്ടം ദൗത്യം വിജയകരമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചികിത്സ നൽകാനുള്ള ദൗത്യം പൂർത്തിയായി. കാഴ്ച പരിമിതിക്കുള്ള മരുന്ന് നൽകി. ഒപ്പം തന്നെ ആനയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളില്ല എന്നാണ് കണ്ടെത്തൽ. റേഡിയോ കോളർ പിടിപ്പിക്കുന്ന ദൗത്യം പൂർത്തിയായിരിക്കുകയാണ്. ആനയ്ക്ക് മയക്കം വിടാനുള്ള മരുന്ന് നൽകി. ഇനി PT5 എന്ന് പറയുന്ന ചുരുളിക്കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾക്കാട്ടിലേക്ക് കയറ്റുന്ന ദൗത്യമാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അത് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ആന മയക്കം വിട്ട് എണീക്കും. ആ സമയത്ത് കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് കാട്ടിലേക്ക് കയറ്റുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് രാവിലെയാണ് PT5നെ പിടികൂടി ചികിത്സ നൽകുന്നതിനുള്ള ദൗത്യം ആരംഭിച്ചത്. ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഈ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത്. ഏതായാലും ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആനയെ കാട്ടിലേക്ക് കയറ്റുക എന്നതാണ്. കുങ്കിയാനകളെ അടക്കം വിക്രം ഭരത് അടക്കമുള്ള കുങ്കിയാനകളെല്ലാം അവിടെയുണ്ട്. വയനാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. ആ ദൗത്യം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സച്ചിൻ ചേരുന്നു ഇപ്പോൾ. സച്ചിൻ, ആദ്യഘട്ടം വിജയകരം. ആനയ്ക്ക് കാഴ്ച ശക്തിക്കുള്ള അല്ലെങ്കിൽ കാഴ്ചയുടെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മരുന്ന് നൽകിയിരിക്കുന്നു. റേഡിയോ കോളറും ഘടിപ്പിച്ചു. ഇനി ആനയെ കാട്ടിലേക്ക് കയറ്റുക എന്നതാണല്ലേ രണ്ടാം ഘട്ടം? മനു പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും വിജയകരമായി തന്നെയാണ് ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:16 PT5 എന്ന ചുരുളിക്കൊമ്പനെ മലമ്പുഴ മാന്തുരുത്ത് വനമേഖലയിൽ വെച്ച് മയക്കുവെടി വെച്ചത്. തുടർന്ന് ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിലാണ് ചികിത്സ ആരംഭിച്ചത്. ഇത് പൂർത്തീകരിച്ചു എന്നാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. അതിനാൽ തന്നെ വിജയകരമായി ആനയ്ക്ക് ആദ്യഘട്ടത്തിൽ നൽകുന്ന ചികിത്സ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ അരുൺ സഖ്രയുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഇതിൽ ആഴത്തിലുള്ള മുറിവുകളോ മറ്റു പരിക്കുകളോ ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിൽ വനത്തിനുള്ളിൽ വെച്ച് നൽകിയ ചികിത്സയിൽ തന്നെ ആനയുടെ കാഴ്ചകൾ വീണ്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പ്. മാത്രമല്ല കോളർ ID സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആനയെ വരും ദിവസങ്ങളിലും ഈ പൂർണ്ണമായും വനംവകുപ്പും അതേപോലെ തന്നെ RRT സംഘവും നിരീക്ഷിക്കും. കൂടുതൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇതേ സമാനമായ രീതിയിൽ തന്നെ നിരീക്ഷണത്തിൽ തുടർന്നുകൊണ്ട് നൽകാനാണ് നിലവിൽ വനംവകുപ്പിൻ്റെ തീരുമാനം. ഇതിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമ പ്രവർത്തകരുമായി ഡോക്ടർ അരുൺ സഖ്രിയ ഈ എന്തൊക്കെയാണ് ചികിത്സ നൽകിയത് മറ്റ് കാര്യങ്ങളൊക്കെ വിശദമായി പങ്കുവെക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നിലവിൽ ആനയുടെ മയക്കത്തിൽ നിന്ന് മാറാനുള്ള മരുന്ന് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ കുങ്കിയ ആനകളെ ഉപയോഗിച്ചുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് ആനയെ തുരത്താനുള്ള ഒരു ശ്രമമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുക. മനു.